പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി ജീവിതത്തെ സമീപിക്കുന്നതിന് വളരെ വിശ്വാസപരമായ അല്ലെങ്കിൽ സുവിശേഷ വിഹിതമായ ഒരു അപ്രോച്ച്, സമീപനമുണ്ട്. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് ചില കാര്യങ്ങൾ 100% അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ദൈവം തന്നെയായിരിക്കും ചെയ്യണത്. നമ്മുടെ മുമ്പിലുള്ളൊരു ഓപ്ഷൻ ഇത്രയേ ഉള്ളൂ, ദൈവം അത് ചെയ്യണം. ദൈവം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് ചെയ്തു തരണം? ഞാൻ പണ്ടൊരു കഥപുസ്തകം എഴുതിയിട്ടുണ്ട്, നിയ മിലാനിയുടെ നിഗൂഢ കമ്പങ്ങൾ. ഒരപ്പനും മകളും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥയാണ്. അതിൽ കുറേ കഥകൾ വേറെയുണ്ട്. ആനിമൽസിനെയൊക്കെ വെച്ചൊരു കഥയുണ്ട്. അതിൻ്റെ അത് ഒരു തവളയെ ഒരു പാമ്പ് ഓടിച്ചെടുത്ത്, അത് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു കെട്ടുകഥയാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ചില കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിനെ അവതരിപ്പിക്കാൻ വേണ്ടി പ്രകൃതിയിൽ നടക്കുന്ന ചില സംഭവങ്ങളെ എൻ്റെ കൂട്ടിനെ എടുക്കും. അപ്പം അങ്ങനെ കഥ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു തവള അവിടെ ഇരിക്കുന്നത്,
ഒരു തോട്ടിലെ മരത്തടിയിൽ തവള ഇരിക്കണം. അപ്പോഴൊരു പാമ്പ് രാവിലെ വരികയും പാമ്പ് തവളയെ പിടിക്കാൻ പോകുമ്പോൾ ദൈവം തവളയോട് പറയും, എന്താണ് പറയണത്? ദേ പാമ്പ് എന്ന് പറയും. അപ്പം തന്നെ തവള 4 കാലേ വീണ് ഓടി 8 കാലേ ചാടും, രക്ഷപ്പെടും. അപ്പം പാമ്പ് ദയനീയമായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കും. പാമ്പ് ദൈവത്തോട് ചോദിക്കും, അവനെ സൃഷ്ടിച്ച കൈകൊണ്ടല്ലേ എന്നെ സൃഷ്ടിച്ചത്? എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ദൈവം കളഞ്ഞത്. എനിക്കപ്പോൾ വിശക്കണമല്ലോ, ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കും. അപ്പം ദൈവം പറയും, അവൻ പ്രാർത്ഥിക്കരുന്ന തവള. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ കേൾക്കേണ്ടി വരും. ഇനി പ്രാർത്ഥിക്കാത്ത ഏതെങ്കിലും തവള ഉണ്ടെങ്കിൽ നീ പിടിച്ചോളാൻ പറയും. അങ്ങനെ ദൈവം അത് കോംപ്രമൈസ് ചെയ്യണത് അങ്ങനെയാണ്. പ്രാർത്ഥിക്കാതെ ഏതെങ്കിലും തവള ഉണ്ടെങ്കിൽ പിടിച്ചു. അപ്പോഴേ വൈ ഷുഡ് വി പ്രേ എന്നുള്ളതിൻ്റെ ഉത്തരവാണത്. വൈ ഷുഡ് പ്രേ വെച്ചാൽ ദൈവത്തിന് നമ്മളെ സംരക്ഷിക്കേണ്ടി വരും. ദൈവ സംരക്ഷണം ലഭിക്കാൻ ഇപ്പം ഒരു പ്രാർത്ഥിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ബാധ്യതയുണ്ട് അവനെ സംരക്ഷിക്കാനുള്ള. അവർ ഓപ്ഷൻ വന്നാൽ എന്തു ചെയ്യും? അപ്പം ദൈവം എന്തു ചെയ്യും? പ്രാർത്ഥിക്കാത്ത ആൾക്കാർ അതിന് കൊടുക്കും. പ്രകൃതിയിലെ നിയമം അതാണ്. ചിലർ മുടിനാരയിടക്കൊക്കെ രക്ഷപ്പെട്ടെന്നൊക്കെ പറയണില്ലേ? അതുകൊണ്ട് വളരെ നിസ്സാരമല്ലേ. തവളയും പാമ്പും അല്ല, ശരിക്കും നമ്മുടെ രോഗങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന അടിപതർച്ചകളില്ലേ, അതൊക്കെ എങ്ങനെ വരണമാണ് ശരിക്കും പറഞ്ഞാൽ ദൈവ സംരക്ഷണം നഷ്ടപ്പെടുമ്പോഴാണ് വരണത്. നിങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങൾ പ്രേയർ ചെയ്യുന്നു എന്നുള്ളത് ആണ് ഏതാണ്ട് മഹാകാര്യം പോലെ എടുക്കണത്. പക്ഷെ പ്രേയർ ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഞാൻ അമ്പലപ്പുഴ പള്ളിയിൽ ഇരുന്നിട്ടുണ്ട് കുറേ നാൾ, 6 കൊല്ലം ഇരുന്ന്. എൻ്റെ ചവിട്ടനാള വിജ്ഞാനകോശമൊക്കെ അവിടെ ഇരുന്ന് എഴുതിയതാണ്. അപ്പോൾ അവിടെ വെച്ച് അന്ന് സുധാകരൻ മിനിസ്റ്ററായിരുന്നു, ഈ സിവിൽ സപ്ലൈസിൻ്റെ ആണെന്ന് തോന്നണേ. അതായത് എനിവേ അമ്പലപ്പുഴ MLA ആയത് കാരണം അദ്ദേഹം അമ്പലപ്പുഴ പാൽപ്പായസം ത്രിവേണി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി കൊടുക്കാൻ ഒരു ഏർപ്പാടുണ്ടാക്കി. ഒത്തിരി ഭക്തന്മാർക്ക് ഉള്ളിൽ സങ്കടം ഉണ്ടായിരുന്നു. കാര്യം ആൾക്കാർ ഈ പായസം മേടിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ കൊക്കക്കോള മേടിക്കണ പോലെ അല്ല പായസം മേടിക്കുന്നത്. അതൊരു അനുഷ്ഠാന പ്രക്രിയയുടെ ഭാഗമായിട്ട് പ്രസാദം പോലെ പ്രാർത്ഥിച്ച് കൈപ്പറ്റുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഭയങ്കര പ്രയാസമായി. ചുമ്മാ വഴിയെ പോണ എന്തും മേടിച്ച് കഴിക്കണവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. പക്ഷെ അപ്പം ഞാൻ പള്ളിയിലുണ്ട് അവിടെ. അപ്പോൾ ഈ ആൾക്കാരുടെ പ്രയാസങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചില സമയത്ത് ഓർക്കുകയും അമ്പലപ്പുഴ പായസം ഒരുവിധം കൊള്ളാവുന്ന കവറിലാണ് കൊടുക്കണത്. പക്ഷെ അത് അതിനേക്കാളും ബെസ്റ്റായിട്ടുള്ള കവറിൽ കൊടുക്കേണ്ടതാണ്. കാര്യം അത് മാറ്റർ ഭയങ്കര പൗരാണികവും അത് ഒരു പ്രസാദത്തിൻ്റെ എല്ലാ പ്രസാദം കൊടുക്കുന്ന പോലെയൊക്കെ ആൾക്കാർക്ക് അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര അമൂല്യമാണ്. അപ്പോൾ അവർക്ക് അതുപോലെ പ്രസൻറ്റ് ചെയ്യേണ്ടതാണത്. ഞാൻ നിങ്ങളോട് ചോദിക്കണേ, ഈ അമ്പലപ്പുഴ പാൽപ്പായസമേ കോളാമ്പി തന്നാൽ എങ്ങനെ ഇരിക്കും? അപ്പം കാര്യം മനസ്സിലായില്ല. നിങ്ങൾ കോളാമ്പി കൊടുക്കുക, അത് ഞാൻ ആക്ഷേപിച്ച് സംസാരിക്കുകയല്ല. അമ്പലപ്പുഴ പായസം കോളാമ്പി തന്നാൽ എങ്ങനെ ഇരിക്കും? അതൊരു സ്വർണ്ണപ്പാത്രത്തിൽ തന്നാൽ എങ്ങനെ ഇരിക്കും? അതാണ് 2 വ്യത്യാസം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി കോളാമ്പി പാർട്ടിയാണെങ്കിൽ എന്തു ചെയ്യും? പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഹൃദയം, അവരുടെ ഹൃദയം തുറന്ന ശവക്കുഴിയാണെന്ന് പറയത്തില്ലേ? ആ വചനം എടുത്തേ, റോമ 3:13.
അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. ദ്വയാർത്ഥ പ്രയോഗങ്ങള്, തെറികള്, തന്തക്കുവിളികള്, തോന്നിവാസങ്ങള്, തങ്ങളെ പിടിച്ചിടം ജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ മലിന വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താ ബൈബിൾ പറഞ്ഞത് എന്താണ്? അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണെന്ന്. ഇപ്പം കയ്യിൽ ചതിപ്രയോഗമുണ്ട്, അതുപോലെ തന്നെ മലിനമസമായ ദ്വയാർത്ഥ പ്രയോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ തെറി പോലുള്ള തോന്നിവാസങ്ങൾ പറയുന്നവരാണെങ്കിൽ നിങ്ങൾ കോളാമ്പിയാണ് ശരിക്കും. അവിടെ ആ കോളാമ്പി കൊണ്ടുവന്ന് ദൈവത്തിന് പ്രാർത്ഥന കൊടുക്കുമ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം കോളാമ്പി കൊടുക്കുന്ന പോലെ ഇരിക്കും. പാൽപ്പായസം എന്ന് പറഞ്ഞാലും ദൈവം അത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും കേൾക്കണ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഇപ്പം ഞാനൊക്കെ ചില സമയത്ത് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴും ഞാൻ പ്ലേറ്റ് മണത്ത് നോക്കും. കാരണം ധൃതിക്ക് കഴുകണമല്ലേ. ചില സമയത്ത് ഫ്രഷ് സ്മെല്ലുണ്ടാകത്തില്ല. ഇപ്പം നല്ല ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചാൽ അവർ ആ ചൂടുവെള്ളത്തിലിട്ട് പ്ലേറ്റ് കൂടെ നമ്മുടെ മുമ്പ് വെക്കത്തുള്ളൂ. നമുക്ക് കോൺഫിഡൻസാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് വരുമ്പോൾ നമ്മളെന്ത് രണ്ടാമത് കഴുകും. അതിൻ്റെ അത് കണ്ടാമിനേഷൻ ഉണ്ടാകാതിരിക്കാനും ബാക്ടീരിയ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കഴുകണം. അല്ലാതെ ഇതുപോലെയാണ് നമ്മുടെ പ്രാർത്ഥനയിലും ബാക്ടീരിയ ഉണ്ടാകരുത്. പ്രാർത്ഥനയിൽ ബാക്ടീരിയ, പക്ഷേ ഈ ആൾക്കാരുടെ ഒരു കുഴപ്പം വെച്ചാൽ പകുതി മുക്കാൽ ആൾക്കാരുടെയും പ്രാർത്ഥനയിൽ ബാക്ടീരിയ ഉണ്ട്. അത് ബൈബിൾ പറയണത് തുറന്ന ശവക്കുഴി എന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെ അപ്പുറത്ത് വല്ലതും പറയാനുണ്ട്. അപ്പോൾ വളരെ അത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ വചനം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ പ്രാർത്ഥനകൾ നല്ല പൊന്നിൻ്റെ താലത്തിൽ വെച്ച് ദൈവത്തിന് കൊടുക്കാൻ കഴിയണം. എന്നാൽ പിന്നെ പ്രാർത്ഥനയ്ക്ക് ഗ്യാരണ്ടിയായി. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നിവർത്തിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എറണാകുളത്ത് ഒരു നല്ല ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ വെച്ച് അവർ പറഞ്ഞു ആദ്യം സ്റ്റോണിൻ്റെ ഇഷ്യൂസൊക്കെ തീരട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാർട്ടിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വരുത്തി കുറച്ച് ടാബ്ലറ്റ്സൊക്കെ തന്നിട്ടുണ്ടായി. അപ്പോൾ 20 ദിവസം നമ്മൾ കഴിഞ്ഞിട്ട് ഒരു അൾട്രാസൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ മാതാവിൻ്റെ അടുത്ത് നന്നായി പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം പുരട്ടുകയും ആളും പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ 20ാമത്തെ ദിവസം അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ സ്റ്റോണൊന്നും കാണാനില്ലല്ലോ. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ക്ലിയർ ചെയ്തായിട്ട് കിടക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യം ഓക്കെ. പിന്നെ ഞങ്ങൾക്ക് ശരിക്കും ഞാൻ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ആൾ ബെഡ്റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു മുല്ലപ്പൂവിൻ്റെ
സുഗന്ധം ഉണ്ടായി. അപ്പോൾ ശരിക്കും മനസ്സിലായി ഇത് ഹാർട്ടിൻ്റെ ഹോള് അടയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആൾ ഹോസ്പിറ്റലിൽ ഒരിക്കലും പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റോണിൻ്റെ ഇഷ്യൂ ആയിട്ട് വന്നേ എന്ന്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും സങ്കടമായിരുന്നു ഇങ്ങനെ ഒന്നിച്ചെല്ലാം കൂടി വന്നപ്പോൾ. അപ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു, ഉടമ്പടി എടുത്തിട്ടുണ്ട്, സ്റ്റോണ് ഇതൊക്കെ വെറും പോയിക്കോളും, സർജറി ഒന്നും വേണ്ട അങ്ങനെ. പക്ഷെ പിന്നീട് ഡോക്ടറെ കാണിച്ചപ്പോൾ കാറ്റ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഹാർട്ടിൽ ഹോള് മാത്രമല്ല, ഒരു പൾമണറി വെയിൻ പൊസിഷൻ മാറി കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഓർഡറാക്കി വെക്കണം. അപ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറി തന്നെ പറ്റുള്ളൂ. അപ്പോൾ അത് ആൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്തില്ല, ഞാൻ ചെയ്യില്ല, ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കര ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങളും ഒരു ഉപവാസം എടുക്കലും 21 ദിവസം നല്ല പ്രാർത്ഥനയിലായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്ക് ഈ സ്കാൻ റിപ്പോർട്ട് വെല്ലൂരും അപ്പോളോ ഹോസ്പിറ്റലൊക്കെ അയച്ചു. എല്ലാവരും പറഞ്ഞു ഓപ്പൺ ഹാർട്ട് തന്നെ വേണം. അപ്പോൾ അതാണെങ്കിൽ ഹസ്ബൻഡ് ചെയ്യില്ല എന്നും. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ ഉപവാസമൊക്കെ എടുത്തിരിക്കുന്നതിൻ്റെ ഇടയിൽ ആളുടെ അളിയൻ്റെ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കോട്ടയം മെഡിക്കൽ കോളേജിലൊരു ഡോക്ടറുണ്ട്. അപ്പോൾ ആൾക്ക് സ്കാൻ റിപ്പോർട്ട് കാണിച്ചപ്പോൾ ആളെ കാണണമെന്ന് പറഞ്ഞു. പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആൾക്ക് ഒരു MICS, അതായത് മിനിമൽ സർജറി, സൈഡിൽ നിന്ന് കട്ട് ചെയ്യുന്ന ഒരു കുറച്ച് സ്റ്റിച്ച് മാത്രം എടുത്തിട്ട് ഒരു കീ ഹോള് പോലെ തന്നെ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. പിന്നീട് അത് അതിൻ്റെ ടൈം എടുത്തിട്ട് തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് കൊറോണയുടെ സാഹചര്യത്തിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആളുടെ പെങ്ങളുടെ മോൻ്റെ കല്യാണം ഉണ്ടായി. ആ ടൈമിൽ ആ കല്യാണം അറ്റൻഡ് ചെയ്ത ഓരോ ഫാമിലിക്കും കൊറോണ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് ഞങ്ങൾ നിൽക്കുന്ന ആളുടെ പെങ്ങളുടെ വീട്ടിലും 2 വീട്ടിലും മാത്രം ഈ ഒരു കൊറോണ ആർക്കും വരാതെ സംരക്ഷിച്ച് അങ്ങനെ ഒരു സർജറി വളരെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ ആൾക്കൊരു പെയിൻ പോലും ഇല്ലാതെ അങ്ങനെ നടന്ന് 5ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്തു. പിന്നെ 2 ദിവസം കുറച്ച് 15 ദിവസം കഴിയുമ്പോൾ സ്റ്റിച്ച് കട്ട് ചെയ്യണം. പക്ഷേ അതിനു മുമ്പ് എല്ലാ ആക്ടിവിറ്റീസും ആൾ ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു പെങ്ങളുടെ വീട്ടിൽ വന്ന് അന്നത്തെ ദിവസം മുതൽ എന്നെ എഴുന്നേറ്റ് നടക്കുകയായിരുന്നു, ഒരു പ്രോബ്ലം ഉണ്ടായില്ല. പിന്നെ ഇതിലും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്കതൊരു എക്സ്പെൻസ് പോലും ഇല്ലാണ്ട് അവിടുത്തെ ഒരു ഇൻഷുറൻസിലാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയധികം ഹോസ്പിറ്റലൊക്കെ കാണിച്ച് കൊണ്ടുവന്ന് വന്നതെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ അത് ഒരു ഫ്രീ ഓഫ് കോസ്റ്റിലാണ് അത് ചെയ്തതും. അപ്പോൾ അങ്ങനെ ഇപ്പം എക്കോ ടെസ്റ്റ് ചെയ്തത് പക്ഷെ ഞങ്ങൾ 2-3 ആഴ്ച മുമ്പാണ്. അപ്പോൾ എല്ലാം ഓക്കെയാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ആൾ ഓക്കെ ആയി. പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ മമ്മിക്ക് ഒരു അലർജിയുടെ അസുഖമുണ്ട്. അപ്പോൾ എപ്പോഴും ചെറിയ കാറ്റും തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അലർജിയാണ്. അപ്പോൾ ഡിസംബർ മാസമായാൽ തുടങ്ങും ടാബ്ലറ്റ് കഴിക്കേണ്ട വർഷങ്ങളായിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രദർ കാലിഫോർണിയയിലുണ്ട്. അപ്പോൾ അവിടെ 3 പ്രാവശ്യം പോയപ്പോഴും ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി അപ്പം മുതൽ തുടങ്ങും ഇങ്ങനെ ചൊറിച്ചിലും ദേഹത്ത് പൊട്ടലും ഒക്കെ ആയിട്ട്. അപ്പോൾ ആൾക്ക് പോവാമെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെയൊക്കെ ആയപ്പോൾ അങ്ങനെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഇതൊക്കെ ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ മമ്മിയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ അടുത്ത് 4ാമത്തെ തവണ പോണേ എൻ്റെ തലേദിവസം ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു രാത്രി വന്ന്. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു മമ്മിക്ക്. മമ്മി പിറ്റേ ദിവസം പോയി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി അപ്പം മുതൽ മമ്മിക്ക് ഉണ്ടായിട്ടേ ഇല്ല പിന്നെ രോഗം. ഇപ്പം അത് 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴും അവിടെ തന്നെയാണ്. അപ്പോൾ പോയി വന്നു 6 മാസം നിൽക്കാൻ പറ്റുള്ളൂ. വന്ന് 2ാമതും പോയി, അപ്പോഴും ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ അവിടെ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ ഇതുകൂടെ പറയണം. മമ്മി ഇപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ചാരിറ്റി എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ പത്രം കൊടുക്കലും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പിള്ളേരെ പഠിപ്പിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു കേസ് ഉണ്ടായിരുന്നു.
അപ്പോൾ അത് ഒരു വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ജാമ്യം എന്നൊരു കേസായിരുന്നു. അപ്പോൾ അത് ആദ്യത്തെ ഹിയറിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതൊരു 6 lakhs ആയിരുന്നു. അപ്പം നമ്മൾക്ക് അങ്ങനെ വക്കീലിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടായി.